അഖിലാത്മവിലാനന്ദത്തെ അനുഭവമാക്കിടുവാൻ അവതാരമായി വന്ന അഖിലാത്മനാഥ അഖിലാത്മനാഥ. ആത്മാവിലാനന്ദത്തെ അനുഭവമാക്കിടുവാൻ അവതാരമായി വന്ന അഖിലാത്മനാഥ അഖിലാത്മനാഥ. ഇക്കണ്ട ലോകമെല്ലാം സൃഷ്ടിച്ച സൃഷ്ടിതാവേ അടിയനെ വീണ്ടെടുത്തു രക്ഷിച്ചിടണേ രക്ഷിച്ചിടണേ. ഇക്കണ്ട ലോകമെല്ലാം സൃഷ്ടിച്ച സൃഷ്ടിതാവേ അടിയനെ വീണ്ടെടുത്തു രക്ഷിച്ചിടണേ രക്ഷിച്ചിടണേ. ആത്മാവിലാനന്ദത്തെ അനുഭവമാക്കിടുവാൻ അവതാരമായി വന്ന അഖിലാത്മനാഥ അഖിലാത്മനാഥ. ജന്മം സ്വീകരിച്ചു മനുലോകെ ചെയ്ത സത്യം മറന്നു നീ ജീവിച്ചപ്പോൾ. ആദിനാഥനായ സർവലോകനാഥൻ ആദിനാഥനായ കലിയുഗത്തിൽ ഖഡ്ഗിയായി ഉദയമായി വന്നു. ആദിനാഥനായ സർവലോകനാഥൻ ആദിനാഥനായ കലിയുഗത്തിൽ ഖഡ്ഗിയായി ഉദയമായി വന്നു.
വാഴണമേ എന്നും. ഓ വാഴണമേ നാഥ, 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 മാറ്റമില്ലാതെന്നും വാഴണമേ നാഥ. വാഴണമേ നാഥ, വാഴണമേ നാഥ, ലോകരക്ഷയ്ക്കായി വാഴണമേ നാഥ. വാഴണമേ നാഥ, വാഴണമേ നാഥ, സത്യശുഭാനന്ദം വാഴണമേ എന്നും. വാഴണമേ നാഥ, വാഴണമേ നാഥ, ശാന്തി ശുഭാനന്ദം വാഴണമേ എന്നും. നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാമസങ്കീർത്തനം നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാമസങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ. നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ ഘോഷിക്കുമാറായല്ലോ. നാരായണ നാരായണ തിരുനാമങ്ങൾ ലോകത്തിൽ ഘോഷിക്കുമാറായല്ലോ. നാമസങ്കീർത്തനത്താൽ സമ്പൂർണ്ണ മോക്ഷത്തെ ദാനം ചെയ്യുവാൻ വന്ന കരുണാനിധിയുടെ തിരുനാമത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന പൊന്നോമന മിത്രങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ആർത്തിയോടെ വന്നു ചേർന്നിരിക്കുന്നത് ഈ ആരാധനയിൽ കൂടി ആശ്വാസവും ആനന്ദവും അനുഭവിക്കുവാൻ വേണ്ടിയാണ്. സർവപ്രകാരേണയും നിങ്ങളിലുള്ള സർവമാലിന്യങ്ങളെയും കഴുകി സർവശക്തി ശുദ്ധമാക്കി നിങ്ങളിലേക്ക് ആനന്ദം ദാനം ചെയ്യുമാറാകട്ടെ. അതിനുവേണ്ടി എപ്പോഴും പരിപൂർണ പരിശുദ്ധിയാണ് അത്യാവശ്യം. ഈ ആരാധനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന ഈ സമയത്തെങ്കിലും അന്യമായോ മാലിന്യമായോ ഉള്ള ചിന്തകളൊന്നും കടത്തിവിടാതെ മനസ്സുകളെ ഈശ്വരനിലേക്ക് തന്നെ ഏകാഗ്രമാക്കി നിലനിർത്തിക്കൊണ്ട് ആരാധനയിൽ സംബന്ധിക്കുക. സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മുൻപ് പല സന്ദർഭങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഹൃദയത്തിലേക്കാണ് ഈ ആരാധന സൂക്ഷിക്കേണ്ടത്. നമ്മുടെ കണ്ണുകളിലൂടെ, നമ്മുടെ കർണങ്ങളിലൂടെ സ്വീകരിക്കുന്ന ഈ അറിവും ഇതിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ മനോഹാരിതയും ചൈതന്യവും ശക്തിയും സ്വീകരിച്ചത് ആത്മാവിൽ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഭവനങ്ങളിലേക്ക് പോകേണ്ടത്. അത് മറ്റ് ബാഹ്യമായ എന്തെങ്കിലും ഒരു ഉപകരണത്തിലേക്ക് പ്രവേശിപ്പിച്ച് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാമെന്ന് കരുതിയാൽ അതൊരു സൂക്ഷ്മമാവുകയില്ല. തന്നെയുമല്ല, അത് ചെയ്യരുത് എന്ന് പറഞ്ഞതാകയാൽ അത് കൽപ്പന വിരുദ്ധമാണ്. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം പല സന്ദർഭങ്ങളിലും, ഇപ്പോൾ ഞാനങ്ങനെ അടുത്ത സമയത്തൊന്നും അറിയിക്കേണ്ടതായി വന്നിട്ടില്ല, ഈ അടുത്ത സമയത്തായിട്ട് 1-2 കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എവിടേക്കാണ്? തുറക്കുക നിന്റെ ഹൃദയം, പറന്നു ഞാൻ നിന്നിൽ വസിക്കട്ടെ. തുറക്കുക നിന്റെ വസിക്കുവാനായി കൊതിക്കുന്നു, പരമാനന്ദത്തിൽ ലയിക്കുവാൻ. ഓരോ ഹൃദയങ്ങളും പരിപൂർണമായും ഈശ്വര ആ തിരുമുഖത്തേക്ക് തന്നെ അർപ്പിച്ചുകൊണ്ട്
തുറന്നങ്ങനെ ഇരിക്കുക, ഒരു മാലിന്യങ്ങളും എങ്ങു നിന്നും കിടക്കാതെ. ഇവിടെ ചില ആളുകൾ നിന്ന് തുള്ളും, ചില ആളുകൾ മറ്റെന്തെങ്കിലുമൊക്കെ കോനാമ്പിച്ച കാണിക്കും. ഇങ്ങനെ പല വിക്രിയകൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ടാകും. അതൊക്കെ നിങ്ങളുടെ മനസ്സിനെ അങ്ങോട്ട് ആകർഷിക്കുന്നു എന്ന് വന്നാൽ അത് നിങ്ങളുടെ കുറവാണ്. ഓരോരുത്തരും അവരവരുടെ അറിവിൽ നിന്നുകൊണ്ട് ഓരോന്നും പ്രവർത്തിക്കുന്നു. അതിലേക്കൊക്കെ നിങ്ങളുടെ മനസ്സുകൾ ഉടക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കുറവാണ്. ഇപ്പം ഇവിടെ ഇതിൻ്റെ ചുമതലക്കാരായി നിൽക്കുന്നവർ അതിനെ നിയന്ത്രിക്കുകയോ നിരോധിക്കുകയോ വിരോധിക്കുകയോ ഒക്കെ ചെയ്യും. അത് വേറൊരവസ്ഥയാണ്. ആരാധനയ്ക്കായി എത്തുന്ന നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എപ്പോഴും ആ ഈശ്വര രൂപത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ആ ശബ്ദങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ് എൻ്റെ ദോഷങ്ങൾ ഒഴിവാക്കി ആശ്വാസവും ആനന്ദവും പകരണമേ എന്നുള്ള ഏക ആശ്രയത്തിലായിരിക്കണം ഇരിക്കേണ്ടത്. ഇതിലേക്കൊന്നും നമ്മുടെ മനസ്സുകളെ വിടാൻ പാടില്ല. ബലവാനാകുന്ന ദൈവത്തിൽ നിന്ന് ആ ബലങ്ങളെ, മനോബലങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പോകുവാനാണ് വന്നത്. അവിടെ ബലം കുറച്ചു കളയരുത്. ശക്തന്മാരായ ലോകത്തിൽ ജീവിക്കുവാനാണ് പരമശക്തനാകുന്ന ദൈവം വന്ന് ശക്തിയുള്ള ജ്ഞാനങ്ങൾ നമ്മളിലേക്ക് പ്രദാനം ചെയ്യുന്നു. അതിനെ സ്വീകരിച്ച് ശക്തന്മാരാകുവാൻ, ധീരരായി ജയധീരരായി എന്നും ജീവിതം ചെയ്യുവാനുള്ള പ്രാപ്തി ഓരോരുത്തർക്കും ഉണ്ടാകും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലേക്കും മനസ്സിനെ വ്യാപരിക്കാതെ ഉന്നതനാകുന്ന ദൈവത്തിങ്കിലേക്ക് മാത്രം ഏകാന്ത ചിന്തയിൽ ഏകാത്മനാഥനിൽ ഏകോപിച്ചിടണം, ആനന്ദിച്ചിടണം. അതാണ് നമ്മുടെ നിയമം. എങ്ങനെയാണ്? ഏകാന്ത ചിന്തയിൽ ഏകാത്മനാഥനിൽ ഏകോപിച്ചിടണം, ആനന്ദിച്ചിടണം. ഏകാത്മനാഥനിൽ ഏകാന്ത ചിന്തയിൽ ഏകാത്മനാഥനിൽ ഏകോപിച്ചിടണം, ആനന്ദിച്ചിടണം. ഓ ഏകാത്മനാഥനിൽ ഏകാന്ത ചിന്തയിൽ ഏകാത്മനാഥനിൽ ഏകോപിച്ചിടണം, ആനന്ദിച്ചിടണം. ഏകാത്മനാഥന്റെ അറിവാകുന്ന ആത്മാവ്, ഏകാത്മനാഥന്റെ ഏകാത്മനാഥന്റെ അറിവാകുന്ന ആത്മാവ് അന്യവിചാരത്താൽ അന്യമായി പോകുന്നു. ഏകാത്മനാഥന്റെ അറിവാകുന്ന ആത്മാവ് അന്യവിചാരത്താൽ അന്യമായി പോകുന്നു. അന്യമായി പോകാത്ത ഏകാഗ്രചിന്തയെ അന്യമായി പോകാത്ത ഏകാഗ്രചിന്തയെ ഏകാത്മനാഥൻ തന്റെ അറിവിനാൽ തെളിയിക്കും. അന്യമായി പോകാത്ത ഏകാഗ്രചിന്തയെ അന്യമായി ഏകാത്മനാഥൻ തന്റെ അറിവിനാൽ തെളിയിക്കും. അറിവുള്ളിൽ തെളിയുമ്പോൾ ഏകാഗ്രമാകുന്നു. അറിവുള്ളിൽ തെളിയുമ്പോൾ ഏകാഗ്രമാകുന്നു. അറിവുള്ളിൽ തെളിയുമ്പോൾ ഏകാഗ്രമാകുന്നു. ഏകാന്ത ഭക്തിയിൽ തന്നെ രമിക്കുന്നു. അറിവുള്ളിലാകുമ്പോൾ ഏകാഗ്രമാകുന്നു. അറിവുള്ളിൽ തെളിയുമ്പോൾ ഏകാന്ത ഭക്തിയിൽ തന്നെ രമിക്കുന്നു. ഭക്തി
ഭക്തി പരിപൂർണനെ ഉൾക്കാമ്പിൽ കാണുന്നു. ഭക്തി പരിപൂർണനെ ഭക്തി പരിപൂർണനെ ഉൾക്കാമ്പിൽ കാണുന്നു. മുക്തി പ്രവാഹമാതുൾക്കാമ്പിൽ കാണുന്നു. ഭക്തി പരിപൂർണനെ ഉൾക്കാമ്പിൽ കാണുന്നു. ഭക്തി പരിപൂർണനെ മുക്തി പ്രവാഹമാതുൾക്കാമ്പിൽ കാണുന്നു. ഭക്തി പരിപൂർണനെ ഉൾക്കാമ്പിൽ കാണുന്നു. ഭക്തി പരിപൂർണനെ മുക്തി പ്രവാഹമാതുൾക്കാമ്പിൽ കാണുന്നു. ആദി അന്തമില്ലാത്ത ആനന്ദം കാണുന്നു. ആദി അന്തമില്ലാത്ത ആനന്ദം കാണുന്നു. ഏകാത്മനാഥനിൽ ബന്ധിച്ചിരിക്കുന്നു. ആദി അന്തമില്ലാത്ത ആനന്ദം കാണുന്നു. ഏകാത്മനാഥനിൽ ബന്ധിച്ചിരിക്കുന്നു. ആദി അന്തമില്ലാത്ത ആനന്ദം കാണുന്നു. ഏകാത്മനാഥനിൽ ബന്ധിച്ചിരിക്കുന്നു. ഏകാത്മനാഥനിൽ ഏകാന്ത ഭക്തിയിൽ ഏകോപിച്ചിടണം, ആനന്ദിച്ചിടണം. അതെവിടെ വരെ എത്തി? ആദി അന്തമില്ലാത്ത ആനന്ദം കാണുന്നു. ആദി അന്തമില്ലാത്ത ഏകാത്മനാഥനിൽ ബന്ധിച്ചിരിക്കുന്നു. എങ്ങനെയാണെങ്കിലാണ് ഈ ബന്ധിക്കുന്നത്? ആദ്യന്താനന്ദമാകുന്ന ഏകാത്മനാഥനോട് ആത്മാവ് ബന്ധിക്കുന്നത് എപ്പോഴാണ്? താൻ തന്നെ തെളിയിക്കുന്ന തെളിവുകളെ വെളിവുകളാക്കി ആത്മാവിൽ സ്വീകരിക്കുമ്പോഴാണ്. അപ്പോഴാണ് ഏകാഗ്രചിന്ത ഉണ്ടാകുന്ന, ഏകാന്ത ഭക്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭക്തി, വിനയം, അനുസരണ ഇവ സൽബുദ്ധിയുള്ളവർക്കേ ഉണ്ടാകുന്നുള്ളല്ലോ എന്ന് കൽപ്പിച്ച കൽപ്പന നിലനിർത്തുവാൻ, സൽബുദ്ധിയുള്ളവരായിത്തീരുവാൻ, സർവശക്തിയോട് ഇണങ്ങി ജീവിക്കുവാൻ ഈ ആരാധനയിൽ പരിപൂർണമായും നിങ്ങൾ ശ്രദ്ധിക്കുക. പരമപരിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ ആ തിരുഹൃദയം തുറന്ന് പ്രകാശിപ്പിക്കുന്ന സർവജ്ഞാനം, ഇഹ പരലോകത്തെ ഉളവാക്കിയ തൻ്റെ സർവജ്ഞാനം, അതാണ് ഈ ആരാധനയിൽ ആത്മലോകത്തിലേക്ക് പ്രദാനം ചെയ്യുന്നത്. അത് സ്വീകരിപ്പാൻ കഴിവനുസരിച്ച് ഓരോരുത്തരിലേക്ക് ഭവിക്കുന്നു എന്നത് മാത്രം. എങ്ങനെയാണോ സ്വീകരിക്കാൻ കഴിയുന്നത്? വളരെ വിശാലമായൊരു നദി ഇങ്ങനെ ഒഴുകി പോവുകയാണ്, നല്ല ശുദ്ധജലം ഒഴുകി പോവുകയാണ്, ഔഷധ ഗുണമുള്ള ജലം ഒഴുകി പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാഴ്ചക്കാരായി ഓടി വന്നു അരികത്ത് നിൽക്കുന്നു. ഒരാളുടെ കയ്യിൽ ഒരു ചെറിയ കുപ്പിയേ ഉള്ളൂ, അതിനകത്തൊരു കുപ്പി വെള്ളം എടുത്തു. അപ്പോൾ അതിനടുത്ത ആളുടെ കയ്യിൽ ഒരു ചെറിയ കന്നാസ് ഉണ്ടായിരുന്നു, അയാൾ അതിലെടുത്തു. അതിനടുത്ത ആളുടെ കയ്യിൽ അതിനേക്കാൾ വലിയൊരു പാത്രം ഉണ്ടായിരുന്നു, അയാൾ അതിലെടുത്തു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കയ്യിൽ കരുതിയിരുന്ന പാത്രത്തിനുള്ളിലേക്ക് ഈ ജലം ശേഖരിച്ച് സ്വന്തം സ്ഥാനങ്ങളിലേക്ക് തിരികെ പോകുന്നത് പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയ പരിശുദ്ധിക്കനുസരിച്ച്, ഇവിടെ എല്ലാവരുടെയും പാത്രം ഒരേ വലിപ്പമാണ്, പക്ഷേ നമ്മൾ എത്രത്തോളമാണോ ശുദ്ധീകരിച്ച് വയ്ക്കുന്നത് അവിടം വരെ ഇത് നിറയുള്ളൂ. അവിടെയാണ് ഈ പാത്രത്തിൻ്റെ വലിപ്പം കുറയുകയും കൂടുകയും ചെയ്യുന്നത്. എവിടെ വരെ ശുദ്ധീകരിച്ചിരിക്കുന്നു അവിടെ വരെ ഇത് പതിയുള്ളൂ, ഭവിക്കുകയുള്ളൂ. ഒരേ വലിപ്പത്തിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ ഹൃദയങ്ങളും ഒന്നുപോലെയാണ്. ശുദ്ധീകരണം അനുസരിച്ചാണ് ഈ പാത്രത്തിൻ്റെ വലിപ്പം തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് എപ്പോഴും ശുദ്ധീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ നടക്കണം. പരമപരിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെ സ്വീകരിച്ച് എപ്പോഴും ശുദ്ധരായി ജീവിതം ചെയ്യുക. ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ താരാസ്തുതി മഹായജ്ഞം ആരംഭിക്കുകയാണ്. അവിടെ ഉന്നതമായ പരിശുദ്ധ വ്രതത്തോടുകൂടി വന്നു ചേരുന്നവർക്കാണ് താരാസ്തുതിയിൽ ബന്ധിക്കുവാനുള്ള അവകാശം ദൈവം നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്നത്. ആ വിധത്തിൽ വ്രതം എടുത്തുകൊണ്ടിരിക്കുകയാണ് അനേക സ്ഥലങ്ങളിൽ. എല്ലാവരും ഒരു വിഘ്നവും കൂടാതെ എത്തിച്ചേരുവാൻ വേണ്ടി ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്നിധാനത്തിലുള്ളവർ പ്രത്യേകം സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഉന്നതമായി താരാസു നടക്കണം. ആ ആശ്രയത്തോടുകൂടി തന്നെ നമുക്ക് ഇന്നത്തെ ആരാധനയും നടത്താം. ഇന്ന് അനേകം സന്താനങ്ങൾ സത്യോപദേശം കേട്ട് ശിഷ്യപ്പെട്ടു. ആ സത്യം കേൾപ്പിക്കുന്ന മുറി നിറച്ചുള്ള ആളായിരുന്നു. അതിൽ തൃശ്ശൂർ നമ്മുടെ പുതിയ സ്ഥാപനത്തിൽ നിന്നും അനേകം സന്താനങ്ങളെത്തി. അതിൽ 6 പേർ സത്യം കേട്ടു. അങ്ങനെ ലോകരംഗത്തേക്ക് ഈ നാമസങ്കീർത്തനം വന്നുദിച്ചു. അത് ലോകരംഗത്തേക്ക് പ്രചോദിതമായിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും ദിവസം തോറും ഇങ്ങനെ ആളുകൾ പുതിയതായി വന്നു ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വന്നു ചേരുന്നത്? ഇപ്പോൾ പലരും തീരുമാനിക്കുക ദുഃഖമുള്ളത് കൊണ്ടാണ് വരുന്നത്, അല്ലേ? ദുഃഖമുള്ളത് കൊണ്ട് വരുന്നു, സുഖമില്ലെങ്കിൽ വരുമോ? ദുഃഖമുള്ളത് കൊണ്ട് വരുന്ന ആരുടെ അടുത്തേക്കാണ്? സുഖമുള്ളിടത്തേക്കാണ്. ഇപ്പം നമുക്ക് ഒരു സ്ഥലത്ത് ആശ്രയിച്ചാൽ അവിടെ നിന്ന് സുഖം ലഭിക്കുന്നില്ല എങ്കിൽ ആരും പിന്നെ അവിടെ ആശ്രയിക്കുകയില്ല, അല്ലേ? എത്ര ധനമുള്ള ആളാണെന്ന് പറഞ്ഞാലും ആർക്കും ഒരു ദാനധർമാദികൾ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ആരെങ്കിലും പിന്നെ അവിടെ പോയി എന്തെങ്കിലും ചോദിക്കുകയില്ല. പല സമയത്തും ചോദിച്ച് പലർക്കും കിട്ടിയില്ല എന്നൊരു പൊതുവെ പരക്കെ ഒരു വാർത്ത പരന്നു കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങോട്ട് എത്തിനോക്കുക പോലുമില്ല. എന്നാൽ ജഗദീശ്വരനാകുന്ന കരുണാധി താണിറങ്ങി വന്ന് ഒരിക്കലും ഒരുവനും ഉപേക്ഷ കൂടാതെ തന്നെ ഉപദേശം തരുവാനായി ലോകെ വസിക്കുന്നു. ഉപദേശം കരുണാനിധിയുടെ മഹാകാരുണ്യമാണ്. യാതൊരു നിലവാരവും ആരുടെയും പരിശോധിച്ചിട്ടല്ല. പണ്ഡിതനാണോ, പാമരനാണോ, ധനവാനാണോ, ദരിദ്രനാണോ ഒന്നും പരിശോധിച്ചിട്ടല്ല. ആരെല്ലാം ദുഃഖവുമായി കടന്നു വരുന്നു അവരെ എല്ലാം ആ പ്രത്യേക നിയമത്തിൽ നിലനിർത്തിക്കൊണ്ട് ഈ ഉപദേശത്തെ കൊടുക്കുകയാണ്, രക്ഷിക്കുകയാണ്. ആ വിധത്തിൽ ആത്മലോകത്തിലേക്ക് തൻ്റെ പരമോന്നതമായ മോക്ഷവ്യവസ്ഥ വ്യാപനം ചെയ്തുകൊണ്ട് മഹാശക്തി വാഴുന്നു. വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, വാഴണമേ നാഥ, ലോകരക്ഷയ്ക്കായി വാഴണമേ നാഥ. അതിനാകുന്ന ദൈവം പ്രത്യക്ഷമായി വാഴ്ച ചെയ്തെങ്കിലേ ആത്മലോകരക്ഷ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നും വാഴുവാൻ, എപ്പോഴും വാഴുവാൻ നമുക്ക് ആർത്തിയോടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ എങ്ങനെ പ്രാർത്ഥിക്കണം? നിയമം പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോഴേ കരുണാനിധി സ്വീകരിക്കുകയുള്ളൂ. ആ വിധത്തിൽ ഉന്നതനാകുന്ന ദൈവത്തിൻ്റെ വാഴ്ചയ്ക്ക് വേണ്ടി ഓരോ ഹൃദയങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ദൈവ തിരുമുഖം കാണുവാനും ദൈവ തിരുശബ്ദം കേൾക്കുവാനും ദൈവത്തിൽ നിന്ന് ആശ്വാസവും ആനന്ദവും അനുഭവിക്കുവാനും ഇടയാകും. മായാമറ കൊണ്ടത് മൂടിപ്പോയാൽ ഒരിക്കലും പിന്നെ ദൈവം എത്ര പ്രത്യക്ഷനായി നിന്നു എന്ന് പറഞ്ഞാലും പിന്നെ കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല. സൂര്യൻ അത്യുച്ഛത്തിൽ ഉദിച്ച് പ്രകാശിച്ച് നിൽക്കുമ്പോൾ അന്ധനായ ഒരാളിനെ വെളിയിൽ ഇറക്കി നിർത്തിയിട്ട് സൂര്യൻ ഇതാ നിൻ്റെ തലമുകളിൽ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് സൂര്യൻ? എവിടുത്തെ സൂര്യൻ? എന്തൊരു സൂര്യൻ? എനിക്കിരുട്ട് മാത്രമേ കാണുന്നുള്ളൂ, ഞാൻ ഇരുട്ടിലാണ് ജീവിക്കുന്നത്, ആ ഇരുട്ടാണ് എനിക്കിഷ്ടമെന്ന് പറയും, അല്ലേ? കാരണം എന്താണ്? ആ കണ്ണിന് കാഴ്ചയില്ല. ഇതുപോലെയാണ് മായാമറ കൊണ്ട് ഹൃദയം മൂടിപ്പോയാൽ പിന്നെ ദൈവത്തെ കാണാൻ കഴിയില്ല, ദൈവകർമ്മങ്ങളെ കാണാൻ കഴിയില്ല, അതിൽ നിന്ന് ഗുണങ്ങൾ അനുഭവിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും പരിശുദ്ധമായ ജീവിതം ചെയ്തുകൊണ്ട് പരമാത്മവാഴ്ച അകതാരിൽ കാണുവാൻ എല്ലാവരും ഉറ്റു പ്രാർത്ഥിക്കുക. ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹരി എന്നൊരക്ഷരം അറിയാത്ത ആത്മാക്കളിൽ ഹരിനാരായണൻ വാഴുന്നു ആനന്ദമായി. ഹരിനാരായണൻ വാഴുന്നു. ഹരി ഹരിയെന്നൊരക്ഷരം അറിയാത്ത ആത്മാക്കളിൽ ഹരിനാരായണൻ വാഴുന്നു.
ഹരിനാരായണൻ വാഴുന്നു. ഹരി എന്ന നാമം കൊണ്ട് ജ്ഞാനമുദയമായി. ഹരി എന്ന ഹരി എന്ന നാമം കൊണ്ട് ജ്ഞാനമുദയമായി. ഹരി എന്ന അഖിലാണ്ട സൃഷ്ടി ചെയ്യുന്നു അഖിലേശ്വരൻ താൻ. അഖിലാണ്ട സൃഷ്ടി ചെയ്യുന്നു അഖിലാണ്ട സൃഷ്ടി ചെയ്യുന്നു. ഹരി എന്നൊരക്ഷരം അറിയാത്ത ആത്മാക്കളിൽ ഹരിനാരായണൻ വാഴുന്നു. ആനന്ദമായി ഹരിനാരായണൻ വാഴുന്നു. ഹരി എന്നൊരക്ഷരം അറിയാത്ത ആത്മാക്കളിൽ ഹരിനാരായണൻ വാഴുന്നു. ഏകശബ്ദത്തിൽ നിന്നാണ് സർവ്വത് ഉളവാക്കിയിരിക്കുന്നത്. ഏകശബ്ദത്തിൽ നിന്നാണ് സർവ്വത് ഉളവാക്കിയിരിക്കുന്നത്. ഓംകാരം എന്ന ശബ്ദം, ഓംകാരം എന്ന ശബ്ദം അതിന്റെ മറ്റൊരു രൂപമാണ് ഹരി എന്ന നാമം കൊണ്ട് ജ്ഞാനമുദയമായി എന്ന് പറഞ്ഞു. മറ്റൊരു രൂപമാണ് ഹരി എന്ന നാമം കൊണ്ട് ജ്ഞാനമുദയമായി. ഓം എന്ന അക്ഷരത്തിൽ ത്രിമൂർത്തികളും അടങ്ങിയിരിക്കുന്നു. ഓം എന്ന അക്ഷരത്തിൽ ത്രിമൂർത്തികളും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹരി എന്ന നാമം അതിലുണ്ടല്ലോ. അതുകൊണ്ട് ഹരി എന്ന നാമം ഹരി എന്ന നാമം കൊണ്ട് ജ്ഞാനമുദയമായി അഖിലാണ്ട സൃഷ്ടി ചെയ്യുന്നു. ഹരി എന്ന നാമം കൊണ്ട് ജ്ഞാനമുദയമായി അഖിലാണ്ട സൃഷ്ടി ചെയ്യുന്നു. സൃഷ്ടി രഹസ്യങ്ങളെ സൃഷ്ടി രഹസ്യങ്ങളെ ഹരി എന്ന അക്ഷരം അറിയാത്തവരിലേക്ക് പോലും ഹരി എന്ന അക്ഷരം അറിയാത്തവരിലേക്ക് ജഗദീശ്വരൻ ദാനം ചെയ്തുകൊണ്ടാണ് തന്റെ സമ്പൂർണ്ണ വാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജഗദീശ്വരൻ ദാനം ചെയ്തുകൊണ്ടാണ് തന്റെ സമ്പൂർണ്ണ വാഴ്ച നടത്തി. ഇത് ദൈവത്തിന്റെ കാരുണ്യമാണ്. ഇത് ദൈവത്തിന്റെ ഈ മഹാകാരുണ്യം. അനുഭവിക്കുന്ന ഓരോന്നും ദൈവത്തിന്റെ കാരുണ്യമാണ്. ഈ അനുഭവിക്കുന്ന ഓരോന്നും ദൈവത്തിന്റെ ഇപ്പോൾ മഹാകാരുണ്യം. ഈ സന്നിധാനത്തിനുള്ളിൽ ഇപ്പോൾ ഈ സന്നിധാനത്തിൽ നമ്മൾ ഇത്രയും സന്താനങ്ങൾ ഏകോപിച്ചിരുന്നുകൊണ്ട്, ഇത്രയും ഭഗവത് സന്താനങ്ങൾ ഏകോപിച്ചിരുന്നുകൊണ്ട്, സന്നിധാനത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ ആശ്രമത്തിനുള്ളിൽ മാത്രമല്ല വെളിയിലിരിക്കുന്നവരെ കൂടി ചേർത്താണ് പറയുന്നത്. വെളിയിലിരിക്കുന്നവരെ കൂടി ചേർത്താണ് ഏൽപ്പിക്കുന്നത്. അതുമല്ല, ഈ നാമത്തിൽ ജീവിക്കുന്നവരെ മുഴുവൻ ആളുകളെയും ചേർത്ത് ഞാൻ ചിന്തിച്ചുകൊണ്ട് പറയുകയാണ്, ഈ നാമത്തിൽ ജീവിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളെ ഓർത്തുകൊണ്ട് ഭഗവാൻ കൽപ്പിക്കുകയാണ്. നമുക്കിങ്ങനെ ഒത്തുചേർന്നിരുന്നുകൊണ്ട് ഈ തിരുനാമം സ്തുതിക്കുവാൻ ഇടയാകുന്നത് പോലും നമുക്ക് ഒത്തുചേർന്നിരുന്നുകൊണ്ട് ഇങ്ങനെ തിരുനാമം സ്തുതിക്കുവാൻ ഇടയാകുന്നത് പോലും ആ മഹാകാരുണ്യമാണ്. ആ മഹാകാരുണ്യമാണ്. മുൻപ് ഈ നാമത്തിൽ ഒരു കീർത്തനം പാടുവാനോ, ഈ തിരുനാമത്തിൽ ഒരു കീർത്തനം പാടുവാനോ, ഒരു കാര്യം പറഞ്ഞു കൊടുക്കുവാനോ, ഒരു കാര്യം പറഞ്ഞു കൊടുക്കുവാനോ, ഒത്തുചേരുവാനോ, അന്വേഷിച്ച് നടക്കുവാനോ ഒന്നും ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്വേഷിച്ച് നടക്കുവാനോ ഒന്നും ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അനേകം കീർത്തനങ്ങൾ ഉണ്ടാക്കപ്പെട്ടതും അപ്രകാരം തന്നെയാണ്. അനേക കീർത്തനങ്ങൾ ഉണ്ടാക്കപ്പെട്ടതും അപ്രകാരം. കാരണം 4-ാം വാല്യത്തിലെ കീർത്തനങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും, വളരെ നീളമുള്ള കീർത്തനങ്ങളാണ്. 4-ാം വാല്യത്തിലെ കീർത്തനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, വളരെ നീളമുള്ള കീർത്തനങ്ങൾ. പറയാനുള്ള കാര്യങ്ങളെല്ലാം കീർത്തനങ്ങളായിട്ട് പാടുകയായിരുന്നു. പറയാനുള്ള കാര്യങ്ങളെല്ലാം കീർത്തനങ്ങളായി പാടുകയായിരുന്നു. പല സന്ദർഭങ്ങളിലും പറയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പല സന്ദർഭങ്ങളിലും പറയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. കീർത്തനങ്ങൾ പാടുന്നത് കേട്ടുകൊണ്ട് ആരെങ്കിലും ചെന്നാൽ കീർത്തനങ്ങൾ പാടുന്നത് കേട്ടുകൊണ്ട് ആരെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുകയാണെന്ന് പറയും. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്തെങ്കിലും പറയുന്നതായിട്ട് കേട്ടാൽ അപ്പോഴേ അവിടെ നിന്ന് ഓടിക്കും. അതിനുള്ള പരിഹാരമാണ് ഈ കീർത്തനം. അപ്പൊ അങ്ങനെ കീർത്തനങ്ങൾ പാടിയും സങ്കടപ്പെട്ട് കരഞ്ഞും സർവേശ്വരായന്റെ പ്രാർത്ഥന കേൾക്കണേ. സർവേശ്വര എന്റെ പ്രാർത്ഥന കേൾക്കണേ. സർവദോഷങ്ങളും
പ്രാർത്ഥിച്ചാണ് അങ്ങനെ കണ്ണീരേറ്റ് ഒഴുക്കിക്കൊണ്ട് കരുണാനിധി പ്രാർത്ഥിച്ച് ആത്മാക്കളിലേക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാപ്തി കൊടുത്തത്. ആത്മാക്കളിലേക്ക് പ്രാർത്ഥിക്കുവാനുള്ള പ്രാപ്തി കൊടുത്തു. താൻ തന്നെ നിന്നുകൊണ്ട് തന്നെ തെളിയിച്ചറിയിച്ച് അനുഭവപ്പെടുത്തുകയായിരുന്നു. ഭഗവാൻ തന്നെ നിന്നുകൊണ്ട് ഭഗവാനെ തെളിയിച്ചറിയിച്ച് അനുഭവപ്പെടുത്തുക. പ്രാർത്ഥിക്കുവാനുള്ള പ്രാപ്തി താൻ തന്നെ പ്രാർത്ഥിച്ച് അനുഭവപ്പെടുത്തുക. പ്രാർത്ഥിക്കുവാനുള്ള പ്രാപ്തി ഭഗവാൻ തന്നെ പ്രാർത്ഥിച്ച് അനുഭവപ്പെടുത്തുക. അങ്ങനെ പ്രാർത്ഥിച്ച് സർവ്വതും വരുത്തി വെച്ചു. നമുക്ക് ഏത് വാഹനത്തിലും സഞ്ചരിക്കാം, നമുക്കിപ്പോൾ ഏത് വാഹനത്തിലും ഏത് വീഥികളിൽ കൂടിയും സഞ്ചരിക്കാം, ഏത് പൊതുവേദിയിലും ഇടപെടാം, സമൂഹ സദ്യകളിൽ പങ്കെടുക്കാം, ഏത് വിദ്യാലയങ്ങളിൽ നമുക്ക് പഠിക്കാം, ഏത് ഭാഷയിലും നമുക്ക് സംസാരിക്കാം, ആരോടും ഇടപെടാം, എവിടെ വെച്ചും ഇടപെടാം, എങ്ങനെ വേണമെങ്കിലും ഇടപെടാം, ഏത് ഔദ്യോഗിക മേഖലകളിലും നമുക്ക് പ്രവർത്തിക്കാം. ഇപ്രകാരം കരുതുവാൻ ഈശ്വരനല്ലാതെ ലോകത്തിൽ ആരുമില്ല. ആ ദൈവത്തിന്റെ കാരുണ്യത്തെയാണ് ഞാൻ വർണ്ണിക്കുന്നത്. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചാൽ ഇതുപോലെ കരുതുവാൻ നമ്മളിത് പാടുമ്പോഴും പറയുമ്പോഴും മാത്രം ചിന്തിച്ചാൽ പോരാ. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഈ ചിന്തയുള്ളവരായിരിക്കണം. അതാണ് നന്മ എന്ന് പറയുന്നത്. നന്മയെ ബന്ധിച്ച് ചിന്തിക്കുന്നവർക്ക് മാത്രമേ നന്മയിൽ കൂടി ജീവിക്കുവാൻ കഴിയുള്ളൂ. ഈശ്വരൻ അവതാരമായി വന്ന് നമുക്ക് അനുഭവമാക്കിയ ഈ നന്മകളെ, ഈ കാരുണ്യത്തെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിതം ചെയ്താൽ, ഇപ്പോഴത്തെ ഒരു പുതിയ രീതി അനുസരിച്ച് ആരെങ്കിലും ഒരു നന്മ ഒരാളിന് ചെയ്തു കൊടുത്താൽ, ചിലപ്പോ ഒരു സാഹചര്യം വെച്ചാൽ ഒരാളിനോടൊന്ന് പറഞ്ഞു വന്നിരിക്കും, ഇന്നാർക്ക് പഠിക്കാൻ ഞാൻ ആ സമയത്ത് ഇച്ചിരി പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ എന്തെങ്കിലും ക്ലേശം വരുമ്പോഴായിരിക്കും, ആ ആളിൽ നിന്ന് എന്തെങ്കിലും ദുഃഖം വന്നപ്പോഴായിരിക്കും, അതുമല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന അവസ്ഥകളിൽ നിന്ന് മോശമായ അവസ്ഥയിലേക്ക് ഈ ആൾ എത്തുമ്പോൾ അന്ന് അങ്ങനെയൊക്കെ ചെയ്തിരുന്നതായിരുന്നു എന്ന് പറഞ്ഞതായിരിക്കാം. ഇതൊന്നുമില്ലാതെ ഒരു സാധാരണഗതിയിൽ അങ്ങനെ അങ്ങ് സംസാരിച്ചതായിരിക്കാം. ഏത് വിധത്തിലായാലും ഇത് മറ്റൊരാളിനോട് പറഞ്ഞു എന്ന് ഇത് അനുഭവമായ ആൾ അറിഞ്ഞാൽ, ഇത് വാങ്ങി ഉപയോഗിച്ച ആൾ അറിഞ്ഞാൽ, എന്നാലും ആ ആൾ അങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കിടക്കേണ്ട ആവശ്യമുണ്ടോ? അന്ന് അങ്ങനെ നമുക്കൊരു ആവശ്യമായി അതങ്ങ് സ്വീകരിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കില്ലായിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ ചിന്താഗതി. ഇനി മാതാപിതാക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ അവരുടെ അവകാശവും അധികാരവും ഒക്കെയാണ്. അത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ അവകാശമുള്ളതാണ്, അച്ഛനമ്മമാരത് ചെയ്യേണ്ടതാണ് എന്നൊക്കെയാണ് പലരുടെയും കരുതലും ചിന്തയും ഒക്കെ. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഈ ചിന്തയൊന്നും ഉണ്ടാവുകയില്ല. നമ്മളെപ്പോഴും കരുതണം, ഈ ലോകത്തിൽ എനിക്ക് ജന്മം തന്നത് എന്റെ ജഗദീശ്വരനാണ്, എനിക്ക് ആരോഗ്യമുള്ള ശരീരം തന്നത് എന്റെ ജഗദീശ്വരനാണ്, എനിക്ക് ജീവിക്കാനുള്ളതെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്റെ ജഗദീശ്വരനാണ്. ജഗദീശ്വരൻ അവതാരമായി വന്ന ഈ സന്ദർഭത്തിൽ തന്റെ പാദത്തിൽ എത്തുവാൻ തക്ക വിധത്തിൽ ജന്മം അനുവദിച്ചതും തന്റെ കാരുണ്യമാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ അന്തമില്ലാത്ത മഹാകാരുണ്യത്തെ നമുക്ക് അനുഭവിക്കുവാൻ പറ്റും. അവരവർ അനുഭവിക്കുന്ന നന്മകളെ കുറിച്ച് അവരവർക്ക് തന്നെ ഒരു ചിന്തയുണ്ടെങ്കിലേ ഈ വിധത്തിൽ ചിന്തിച്ചു മുന്നേറാൻ കഴിയുള്ളൂ. ഇതെല്ലാം കാരണക്കാരനായി നിൽക്കുന്ന ജഗദീശ്വരനെ നമുക്ക് അറിയുവാനും അനുഭവിക്കുവാനും കഴിയുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം എന്ത് കിട്ടിയാലും പോരാ 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 എന്നുള്ള
ചിന്തയാണ്. എന്ത് കിട്ടിയാലും പോരാ പോരാ പോരാ. ആരെല്ലാം എന്തെല്ലാം കൊടുത്താലും എല്ലാം കുറവായി പോയി എന്നൊരു ചിന്തയാണ്. ആരെല്ലാം എന്തെല്ലാം കൊടുത്താലും എല്ലാം കുറവായി പോയി എന്നൊരു ചിന്തയാണ്. ഉന്നതമായ ഈ ജന്മത്തെയോ ഈ മനോഹരമായ ശരീരത്തെയോ ഇതിന്റെ ഉന്നതാവസ്ഥകളെയോ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമോന്നതമായ പരമാനന്ദാവസ്ഥകളെയോ ഒന്നും ചിന്തിക്കാതെ എപ്പോഴും മായയിൽ തന്നെ മുഴുകി കഴിയുവാനായിരിക്കും അങ്ങനെയുള്ളവർക്ക് താല്പര്യം. അങ്ങനെയുള്ളവരെ നോക്കിയാണ് പറഞ്ഞത്, മനസ്സേ നീ ആടാതെ ഉഴലാതെ അലയാതെ, മനസ്സേ നീ ആടാതെ ഉഴലാതെ അലയാതെ, മനസ്സേ നീ ആടാതെ ഉഴലാതെ അലയാതെ, സംസാര സാഗര ആഴത്തിൽ പോകാതെ, മനസ്സേ നീ ആടാതെ ഉഴലാതെ അലയാതെ, മനസ്സേ നീ സംസാര സാഗര ആഴത്തിൽ പോകാതെ, ഈ മനസ്സിന്റെ വ്യാപാരത്തെയാണ് നമ്മളൊന്ന് നിയന്ത്രിക്കേണ്ടത്. ആവശ്യമില്ലാത്തതിലേക്ക് ഇതിനെ അങ്ങനെ അതിവേഗത്തിലോടുന്ന ഒരു വസ്തുവാണ് ഈ മനസ്സ്. ആവശ്യമില്ലാത്തതിലേക്ക് അതിവേഗം ഓടുന്ന ഒരു വസ്തുവാണ് മനസ്സ്. അതിനെ അങ്ങ് കടിഞ്ഞാടിടണം. അതിനെന്ത് വേണം? കരുണാവാരിധി അനുവദിച്ചു തന്ന ഓരോന്നിനെ കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടാവണം. നന്മയുള്ള ചിന്തയുള്ളവർക്ക് ആർക്കും അഹങ്കാരം ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? അവർ തിരിച്ചറിയുന്നുണ്ട് ഇതിന്റെ ഉടമസ്ഥനെ. ഉടമസ്ഥന്റെ അവകാശാധികാരങ്ങളെ തിരിച്ചറിയുന്ന ഒരു ആൾ, ഉടമസ്ഥന്റെ അവകാശാധികാരങ്ങളെ തിരിച്ചറിയുന്ന ഒരാൾ ഒരു വിധത്തിലും അഹങ്കാരത്തിലേക്ക് പോവുകയില്ല. കാരണം ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ആൾ ആ വീടിന്റെ മുമ്പിൽ കൂടുതൽ ഞെളിഞ്ഞ് നിൽക്കുകയില്ല. എന്നാൽ സ്വന്തം കാശ് കൊണ്ടുണ്ടാക്കിയ ഒരു വീടാണെങ്കിൽ അതിന്റെ മുകളിൽ 4 പേരൊക്കെ പോകുമ്പോൾ ഒന്ന് ഞെളിഞ്ഞൊക്കെ നിൽക്കുക, കാരണം എന്റെ വീട് അത് കണ്ടോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടാവും. എന്നാൽ ഈ വാടക വീടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആരെങ്കിലും അങ്ങനെ കാണിക്കുമോ? അങ്ങനെ കാണിക്കുന്നവരുണ്ട്. ചില അല്പബുദ്ധികൾ, അഹങ്കാരികൾ ഈ വാടക വീടിന്റെ മുമ്പിൽ നിന്നുകൊണ്ടും മറ്റുള്ളവരോട് പറയുന്നത് ഞാൻ ഇത്രാം ആണ്ടിൽ വെച്ചതാണ്, അന്ന് ഇത്ര ലക്ഷം രൂപ ചെലവായതാണ് എന്നൊക്കെ അഹങ്കാരത്തോടുകൂടി പറയും, തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ യഥാർത്ഥ ബുദ്ധിയുള്ളവർക്ക് ആർക്കും അത് കഴിയുകയില്ല, ചെയ്യുകയുമില്ല. ഇതുപോലെ ഈ വാടക വീട്ടിൽ വന്ന് താൽക്കാലികമായ ഒരു ജീവിതം ചെയ്യുന്ന നിങ്ങൾ എന്ത് കണ്ടിട്ട് അഹങ്കരിക്കാനാണ്? നിങ്ങൾ ഉപയോഗിക്കുന്ന ശരീരം, നിങ്ങൾ വസിക്കുന്ന ഈ ഭൂമി, ഇതെല്ലാം എത്ര നേരത്തേക്കുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്? നശ്വരമായതിലിച്ഛവരാതെ നിശ്ചലമാനസരാ നിത്യാനന്ദം താൻ എന്നും ആനന്ദം താൻ. അപ്പൊ ഈ നശ്വരമായ ക്ഷണഭങ്കുരമായ ഈ മായാലോകത്തിൽ, മായാശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യ, നീ ഒരിക്കലും ഈ മായയെ കണ്ട് ഭ്രമിക്കരുത്. ഇത് മായാജാലമാണ്. മായാജാലം, മായാജാലം, ലോകൈകനാഥന്റെ മായാജാലം, മായാജാലം.
ലോകൈകനാഥന്റെ മാനവലോകമിതു കണ്ടു ഭ്രമിച്ചിടല്ലേ മാനവലോകമിതു കണ്ടു ഭ്രമിച്ചിടല്ലേ ഇതിനുള്ളിൽ നമ്മൾ ഭ്രമിച്ചു പോയാൽ എന്താ ഇതിന്റെ ഒരു കുഴപ്പം? മുൻപ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ട് ജീവിതം ചെയ്താൽ ഇപ്പോൾ ജീവിക്കുന്ന ഈ സന്ദർഭത്തിൽ സാധിക്കാതെ പോയാൽ വീണ്ടും അതിനുവേണ്ടി ജന്മം എടുക്കേണ്ടി വരും. അത് കടമായിട്ട് അങ്ങനെ നിൽക്കും. ദൈവം തന്നെ തന്ന ഒരു ശക്തി വിശേഷമാണത്. ആഗ്രഹിക്കുന്നതെല്ലാം സാധിക്കുവാനുള്ള ഒരു ശക്തി, അത് അനുഭവിക്കുവാനുള്ള ഒരു യോഗ്യത. പക്ഷെ അത് നന്മയാക്കി തീർക്കേണ്ടതും നന്മയിൽ തന്നെ കരുതേണ്ടതും നന്മയെ അനുഭവിക്കേണ്ടതും മനുഷ്യന്റെ കടമയാണ്. അനുഭവിക്കേണ്ടതും നന്മയെ അനുഭവിക്കേണ്ടത് മനുഷ്യന്റെ കടമയാണ്. അപ്പൊ നന്മ അനുഭവിക്കണമെങ്കിൽ നന്മയെ ആഗ്രഹിക്കണം. നന്മയെ അനുഭവിക്കണമെങ്കിൽ നന്മയെ തന്നെ കർമ്മിക്കണം. ആഗ്രഹിക്കുന്നതും കർമ്മിക്കുന്നതും നന്മയാണെങ്കിലേ നന്മ അനുഭവിക്കുവാൻ പറ്റൂ. നന്മ പൂർത്തീകരിച്ചെങ്കിലേ നല്ലവനാകുന്ന ഗുരുവിലേക്ക് ചേരാൻ കഴിയുള്ളൂ. തിന്മ ആഗ്രഹിച്ചാലോ തിന്മ അനുഭവിക്കുവാൻ വേണ്ടി ഇവിടെ കിടക്കേണ്ടി വരും. ലോകം തിന്മയാണ്, ദൈവം നന്മയാണ്. ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് മനുഷ്യനാണ്. തിന്മയിൽ തന്നെയാണ് മുഴുകി മറിയുന്നതെങ്കിൽ വീണ്ടും വീണ്ടും തിന്മയിൽ തന്നെ ജന്മമെടുക്കേണ്ടി വരും. ആ നിസാരങ്ങളായ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനുവേണ്ടി ഒരു ജന്മം അനുവദിക്കും. അങ്ങനെ അനേക ജന്മങ്ങൾ ഇതിൽ തന്നെ മുഴുകി 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 പോകുന്ന അവസ്ഥ. പലരുടെയും ആഗ്രഹവും നല്ല സുഖമുള്ള അവസ്ഥയാണ്, നല്ല ജന്മമാണ്, മനുഷ്യരാണ്, പലരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഈ ലോകത്തിന് എന്ത് കുഴപ്പം? കഴിക്കാനെല്ലാം ഉണ്ട്, കുടിക്കാനെല്ലാം ഉണ്ട്, സുഖിക്കാനെല്ലാം ഉണ്ട്, കിടക്കാനെല്ലാം ഉണ്ട്, എന്ത് വേണമെങ്കിലും ഉണ്ട്. കുറച്ചു കാലം കൂടെ ഇവിടെ കഴിഞ്ഞു നേരിച്ചപ്പോ എന്താ കുഴപ്പം? ഈ ലോകത്തിന്റെ പേരെന്താണ്? നരകലോകമെന്നാണ്. ഇത് നരകത്തിൽ നിന്നുണ്ടായതാണ്. ഇതിൽ ദുഃഖം മാത്രമേ ഉള്ളൂ. ആത്മാവ് ഇതിൽ നിന്നൊന്ന് കരകയറുവാൻ വേണ്ടി ദുഃഖിക്കുകയാണ്. ദൈവം മുമ്പാകെ കരയുകയാണ്. ആ കണ്ണുനീരിൽ നിന്ന് ആത്മാവിനെ വിടുവിക്കേണ്ടത് ആത്മാവിന്റെ തന്നെ കടമയാണ്. അതിനാണ് ആത്മാവ് ഈ സുഖം അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ശരീരം അവിടെ നിന്നുകൊണ്ട് എന്ത് പ്രവർത്തിക്കും? ശരീരത്തിന്റെ സുഖമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ആ ഇപ്പൊ ഒരു കമ്പനിയുടെ മാനേജര് ഒരാളിനെ മറ്റൊരു രാജ്യത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അവിടെ ഒരു കമ്പനിയിൽ പോയി നമ്മുടെ കമ്പനിയെ പറ്റി പറഞ്ഞു മനസ്സിലാക്കി അവിടെ നിന്നൊരു ബിസിനസ് ഉണ്ടാക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞ് അയക്കുകയാണ്. അപ്പൊ ഈ ആളിന്
വേണ്ടുന്ന യാത്രാ ടിക്കറ്റ്, ഈ ആളിന് വേണ്ടുന്ന യാത്രാ ടിക്കറ്റ്, അവിടെ താമസിക്കാനുള്ള നല്ല സൗകര്യം, അവിടെ താമസിക്കുവാനുള്ള നല്ല സൗകര്യം, ഇതെല്ലാം ഒരുക്കി ആളിനെ യാത്ര അയക്കുമ്പോൾ ഇതെല്ലാം ഒരുക്കി ആളിനെ യാത്ര അയക്കുമ്പോൾ ഈ മാനേജറുടെ അല്ലെങ്കിൽ ഇതിന്റെ ഉടമസ്ഥന്റെ ഉദ്ദേശം എന്താണ്? ഈ ഉടമസ്ഥന്റെ ഉദ്ദേശം എന്താണ്? നല്ല ഒരു ബിസിനസ് അവിടെ നിന്നും ഈ പോകുന്ന ആൾ സാധിച്ചുകൊണ്ട് വരുമെന്നാണ്. നല്ലൊരു ബിസിനസ് അവിടെ നിന്ന് ഈ പോകുന്ന ആൾ സാധിച്ചുകൊണ്ട് ഈ പോകുന്ന ആളിന്റെ ഉദ്ദേശം എന്താണ്? പോകുന്ന ആളിന്റെ ഉദ്ദേശം എന്താണ്? വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്, പ്രശസ്തമായ ഒരു അവിടെ സ്ഥലമാണ്. പോയി ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണണം, അവിടെ പോയി ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഒരുപാട് കാണണം. കാര്യങ്ങളൊക്കെ വാങ്ങണം, ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷിക്കണം. ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷിക്കണം. പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം ഒന്ന് പോകണം പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം എന്നെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് ഈ ആള് പോവുകയാണ്. എന്നെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് ഇയാൾ പോകുകയാണ്. ഈ മാനേജർ കൊടുത്ത ആനുകൂല്യങ്ങളെല്ലാം പറ്റിക്കൊണ്ട് ഈ കാര്യങ്ങളിലേക്ക് പോകുമ്പോ മാനേജർ കൊടുത്ത ആനുകൂല്യങ്ങളെല്ലാം പറ്റിക്കൊണ്ട് ഈ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആണുങ്ങൾ വന്ന് മറ്റേ ബിസിനസ്സും കൊണ്ട് അങ്ങ് പോയി. ആളുകൾ വന്ന് മറ്റേ ബിസിനസ് അതെല്ലാം കറങ്ങി പിടിച്ച് തിരിച്ചങ്ങി എന്നപ്പോഴത്തേക്ക് പിടിച്ച് തിരിച്ചു ചെന്നപ്പോഴത്തേക്ക് ആ ഉദ്ദേശിച്ച കമ്പനി ചെന്നപ്പോ ഉദ്ദേശിച്ച കമ്പനിയിൽ ചെന്നപ്പോൾ വേറെ ആമ്പിള്ളാർ വന്ന് ഇതെല്ലാം കൈകാര്യം ചെയ്ത് കുറഞ്ഞ ചെലവിൽ ബിസിനസ് എടുത്തുകൊണ്ട് അങ്ങ് പോയി. വേറെ ആളുകളോട് ഇത് കൈകാര്യം ചെയ്ത് കുറഞ്ഞ ചെലവിൽ ബിസിനസ് എടുത്തുകൊണ്ട് അപ്പൊ തിരിച്ചു വന്ന് ഈ മാനേജരോട് പറയുകയാണ്, തിരിച്ചു വന്ന് ഈ മാനേജരോട് പറയുകയാണ്, അത് നടന്നില്ല, അവിടെ മറ്റാരോ വന്നത് കൈകാര്യം ചെയ്തുകൊണ്ട് പോയി. അത് നടന്നില്ല, മറ്റൊരാളോ വന്ന് കൈകാര്യം അപ്പൊ ചെയ്തുകൊണ്ട് പോയി. ഇദ്ദേഹത്തിന് ദുഃഖമായി, അദ്ദേഹത്തിന് ദുഃഖമായി. എന്തെല്ലാം കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. എന്തെല്ലാം കാര്യങ്ങൾ ഈ നഷ്ടപ്പെട്ടു. ആളിന് വേണ്ടി ഒരുക്കി കൊടുത്ത സമയം, ഈ ആളിന് വേണ്ടി ഒരുക്കി കൊടുത്ത സമയം, ധനം, അതിനുവേണ്ടി മാറ്റിവെച്ച പല 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 കാര്യങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ച പല പല എല്ലാം നഷ്ടമായി പോവുകയാണ്. നഷ്ടമായി പോകും. നഷ്ടമാക്കി കളയല്ലേ മനുജന്മമെടുത്തവർ, നഷ്ടമാക്കി നഷ്ടമാക്കി കളയല്ലേ മനുജന്മമെടുത്തവർ, സൃഷ്ടിതാവിന്റെ ഇഷ്ടമെന്നും അനുവർത്തിക്കാം, സൃഷ്ടിതാവിന്റെ
ഖഡ്ഗിയായി കലിയിങ്കൽ ശുഭാനന്ദമോ ഏകവഴി അറിയിക്കും ഏകപിതാവതാരം ഖഡ്ഗിയായി കലിയിങ്കൽ ശുഭാനന്ദമോ ഖഡ്ഗിയായി കലിയിങ്കൽ ശുഭാനന്ദമോ അരനിമിഷം പോലും നമുക്ക് നഷ്ടമാക്കി കളയാനില്ല. നിമിഷം പോലും നമുക്ക് നഷ്ടമാക്കി കളയും. എപ്പോഴും നമ്മൾ നന്മയെ തന്നെ ചിന്തിക്കണം. എപ്പോഴും നമ്മൾ നന്മയെ തന്നെ ചിന്തിക്കണം. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് കുത്തിച്ചെലുത്തി വെക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് കുത്തിച്ചെലുത്തി വെക്കാൻ അനേക ആളുകളുണ്ടായിരിക്കും. അപ്പോ ലോകത്തിൽ കുറച്ച് മാന്യനായ ഒരാളാണെങ്കിൽ, ലോകത്തിൽ കുറച്ച് മാന്യനായ അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളാണെങ്കിൽ, നമ്മൾ ബഹുമാനിക്കുന്ന അതും അല്ലെങ്കിൽ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണെങ്കിൽ, സമൂഹത്തിൽ ഇങ്ങനെ പല രീതിയിലാണല്ലോ നമ്മളും നമ്മുടെ മനസ്സിന്റെ അവസ്ഥ അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ വില കൊടുത്താണ് ഓരോന്നും സ്വീകരിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ അവസ്ഥയ്ക്കനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ വില കൊടുത്താണ് പല കാര്യങ്ങളും നടക്കുമ്പോ ഇപ്പൊ ഒരു മംഗളകാര്യം നടക്കുകയാണെന്നിരിക്കട്ടെ, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ബന്ധിക്കുന്നു. അപ്പൊ ബന്ധിച്ച് അവർ സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നടത്തി കുറച്ചുനാൾ കഴിയുമ്പോ ചില അലങ്കോലങ്ങളും ചില പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോ ഞങ്ങൾ അവരെ അങ്ങനെ വിചാരിച്ചില്ല. മിക്കവാറും ആളുകളുടെ ഒരു മറുപടിയാണ്. നിങ്ങൾ പലരും ആ മറുപടി ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. പല സന്ദർഭങ്ങളിൽ പലരെയും നമ്മൾ ധരിച്ചു വെച്ചിരുന്നതിന് വിപരീതമായുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ ഞങ്ങൾ അവരെ അങ്ങനെ വിചാരിച്ചിരുന്നില്ല, എങ്കിലും അവർ അങ്ങനെ ചെയ്തല്ലോ. ഇതൊക്കെ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ചില പദങ്ങളാണ്. ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ധരിക്കണമെന്ന് അവർ പറഞ്ഞിരുന്നോ? ഒരിക്കലുമില്ല. നമ്മൾ അങ്ങ് ധരിച്ചതാണ്. അപ്പൊ ആ ധാരണാക്കുറ്റം ആർക്കുള്ളതാണ്? അത് അവരവർക്കുള്ളതാണ്. പക്ഷെ അത് അവർ സമ്മതിക്കത്തുമില്ല. അവരവരത് ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷേ താന്താങ്ങൾ കരുതുന്ന കരുതലനുസരിച്ച് ഓരോരുത്തരും വളരണമെന്നും വികസിക്കണമെന്നും അതുവിധത്തിൽ പ്രവർത്തിക്കണമെന്നും ഒക്കെ തീരുമാനിക്കുന്നതിന് തെറ്റല്ലേ? ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു വേലിയുണ്ട്. ആ വേലിക്കെട്ടിനുള്ളിലാണ് ഓരോരുത്തരും വസിക്കുന്നത്. അതിനുള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് നിർത്തിയാക്കാൻ കഴിയുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ രസകരമായ ഒരു കാര്യം നിങ്ങളെ അറിയിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഇപ്പൊ തന്നെ പലരും ചിരിക്കുന്നുണ്ട്. വേറൊരു കാര്യം പറഞ്ഞാൽ അത്ര ഓർമ്മ ആകുന്നില്ല. ഈ രസകരമായ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഓർമ്മയാണ് അല്ലേ? ഒരു തിരുമേനി ഇങ്ങനെ പഴം പപ്പടം പാൽപ്പായസം എന്ന് പറഞ്ഞ കഥ പറഞ്ഞില്ലേ? എന്തൊരു സന്തോഷം! പാൽപ്പായസം കുടിച്ച സന്തോഷം. അങ്ങനെ ഒരു കഥ പറഞ്ഞിരുന്നു. എന്താ കാരണം? അദ്ദേഹത്തിന്റെ അറിവ് അദ്ദേഹം പറയുന്നു, എന്റെ അറിവ് ഞാൻ പറയുന്നു എന്നാണ്. ഇതുപോലെ ഓരോരുത്തർക്കും അറിവിന്റെ പരിധി ഉണ്ട്. പരിധിയില്ലാത്ത അറിവ് ഒരാളിന് മാത്രമേ ഉള്ളൂ. അതാർക്കാണ്? പരിധിയില്ലാത്ത അറിവ് നൽകും പരമഗുരുവരൻ. പരിധിയില്ലാത്ത അറിവ് നൽകും പരമഗുരുവരൻ. പരമാനന്ദം പകർന്നു നൽകും പരമഗുരുവരൻ. പരിധിയില്ലാത്ത അറിവ് നൽകും പരമഗുരുവരൻ. പരമാനന്ദം പകർന്നു നൽകും പരമഗുരു.
പരിശുദ്ധമാക്കൂ. പാപശാപമാകെ മാറ്റി പരിശുദ്ധമാക്കൂ. പരമാനന്ദം പകർന്നു നൽകും പരമഗുരുവരൻ. പാപശാപമാകെ മാറ്റി പരിശുദ്ധമാക്കൂ. പരമാനന്ദം പകർന്നു നൽകും പരമഗുരുവരൻ. പരലോകത്തെ പരിചോടനിൽ സ്ഥാപിതമാക്കും. പരലോകത്തെ പരിചോടനിൽ സ്ഥാപിതമാക്കും. പരമാനന്ദം പകർന്നു നൽകും പരമഗുരുവരൻ. പരലോകത്തെ പരിചോടനിൽ സ്ഥാപിതമാക്കും. പരമാനന്ദം പകർന്നു നൽകും പരമഗുരുവരൻ. പാപസംഹാരിയായ എന്നിൽ ആനന്ദമാടും. പാപസംഹാരിയായ എന്നിൽ ആനന്ദമാടും. പാപസംഹാരിയായ എന്നിൽ ആനന്ദമാടും. പരമാനന്ദം പകർന്നു നൽകും പരമഗുരുവരൻ. പരമാനന്ദം പകർന്നു നൽകും പരമഗുരുവരൻ. പരമഗുരുവരായ എന്റെ പരമഗുരുവരാ. പരമഗുരുവരായ എന്റെ പരമഗുരുവരാ. പരിചോട് എന്നിൽ വാഴണമേ പരമഗുരുവരാ. പരമഗുരുവരാ എന്റെ പരമഗുരുവരാ. പരിചോട് എന്നിൽ വാഴണമേ പരമഗുരുവരാ. പരമഗുരുവരാ എന്റെ പരമഗുരുവരാ. പരിചോട് എന്നിൽ വാഴണമേ പരമഗുരുവരാ. പരിധിയില്ലാത്ത അറിവ് നൽകും പരമഗുരുവരൻ. പരമാനന്ദം പകർന്നു നൽകും പരമഗുരുവരൻ. അപ്പൊ പരിധിയില്ലാത്ത അറിവ് ആർക്കേ ഉള്ളൂ? പരിധിയില്ലാത്ത അറിവ് ആർക്കേ ഉള്ളൂ? പരമഗുരുവാകുന്ന ജഗദീശ്വരന് മാത്രമേ ഉള്ളൂ. പരമഗുരുവാകുന്ന ജഗദീശ്വരന് അപ്പൊ മാത്രമേ. ആ ഗുരുവിനെ ആശ്രയിക്കുന്നവർക്ക് പരമഗുരുവിനെ ആശ്രയിക്കുന്നവർക്ക് ഈ വേലിക്കെട്ടുകൾ ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. ഈ വേലിക്കെട്ടുകൾ ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. പണ്ടൊക്കെ ഈ അതിരുതുരപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പണ്ടൊക്കെ അതിര് തെളിപ്പെന്ന ഒരു സാധാരണ പരിപാടി. നാട്ടിൻപുറങ്ങളിലുള്ള ഒരു പരിപാടിയാണ്. സാധാരണ നാട്ടുമ്പുറങ്ങളിലുള്ള ഒരു പരിപാടിയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു 4 സെന്റ് സ്ഥലമുണ്ട് ഒരാളിന്, ഒരു പാവം പിടിച്ചവന്. 4 സെന്റ് സ്ഥലമുണ്ട് ഒരാളിന്. അപ്പൊ അപ്പുറത്തെ ആളിന് അത് ഏക്കർ കണക്കിനും ഉണ്ട്. അപ്പുറത്തെ ആളിന് ഏക്കർ അപ്പൊ കണക്കിന്. എന്നാലും ഈ 4 സെന്റുകാരന് 5-6 പത്തലൊക്കെ വെച്ചൊരു വേലി കെട്ടും. 4 സെന്റുകാരന് 5-10 വെച്ചൊരു വേലി കിട്ടും. അപ്പൊ ഇവിടുത്തെ ആടും കോഴിയും ഒന്നും അങ്ങോട്ട് പോകരുതെന്നുള്ള ഉദ്ദേശമാണ്. ഇവിടുത്തെ ആടും കോഴിയൊന്നും അങ്ങോട്ട് പോരുന്നുള്ള ഉദ്ദേശം. അങ്ങോട്ട് കയറിപ്പോയാൽ മിക്കവാറും വിഷം കൊടുത്ത് അതിനെ കൊല്ലും. അങ്ങോട്ട് കയറി പോയാൽ അപ്പൊ അതിന് ഈ സാധു 5-6 വേലി പത്തല്, അന്ന് ഈ പത്തലൊക്കെ കിട്ടും, കൊന്നയോ അല്ലെ വേലിപ്പരുത്തിയോ അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ, അല്ലെ ചീനിക്കമ്പോ ഒക്കെ വെച്ച് ഇങ്ങനെ വേലി കെട്ടും. അങ്ങനെ വേലിപ്പത്തിൽ വെച്ച് വേലി കെട്ടും. അപ്പൊ ആ വേലി കെട്ടി ഇങ്ങനെ സൂക്ഷിക്കുകയാണ്. അങ്ങനെ വേലി കെട്ടി എപ്പോഴും ഒരാളിന് വേലിയുടെ അടുത്ത് പോയി നോക്കാൻ പറ്റുമോ? എപ്പോഴും ഒരാളിന് വേലി ഇപ്പൊ ഈ എടുത്ത് ഏക്കർ കണക്കിനുള്ള ആള് ഏക്കർ കണക്കിനുള്ള ആള് രാവിലെ ഇച്ചിരി ഉമിക്കിരിയൊക്കെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ വരും. ഇതിന്റെ അടിയിൽ കൂടെ ആ നടപ്പ്. ഇതിന്റെ അടിയിൽ കൂടെയാണ് അപ്പൊ നടക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന കൂട്ടത്തിൽ ഒരു 10-ന്റെ ചവിട്ടിൽ ഒരു ഒറ്റ തട്ട് കൊടുക്കും. അപ്പൊ അത് 1 ഇഞ്ച് മുമ്പോട്ട് നീങ്ങി. അങ്ങനെ അത് 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങി. അപ്പൊ ഈ സാധു ഇറങ്ങി നോക്കിയാൽ പോലും ഒന്നും മനസ്സിലാവത്തില്ല. സാധു ഇറങ്ങിയേക്കാൻ പോലും മനസ്സിലാക്കി. അപ്പൊ ഒരു ദിവസം 2 എണ്ണത്തിന് തട്ടി, ഒരു ദിവസം 2 എണ്ണം 4 എണ്ണം തട്ടി, 5 എണ്ണം തട്ടി, ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കും. 4 എണ്ണം തട്ടി 5 എണ്ണം തട്ടി അങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ വേലി ഇപ്പൊ എന്തോ ആയി? വേലി എന്തോ അങ്ങോട്ട് ചാഞ്ഞു. അങ്ങോട്ട് ചാഞ്ഞു. അപ്പൊ മറു സൈഡിലോട്ട് വേലി ചാഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഒരു പ്രക്ഷോഭമാണ്. സൈഡിലോട്ട് വേലി ചാഞ്ഞു എന്ന് പറഞ്ഞത് ആര് ഏക്കർ കണക്കിന് വസ്തുവുള്ള ആള് വന്നിട്ട് നിന്റെ വേലിയെല്ലാം ഇവിടെ പറഞ്ഞ് എന്റെ വസ്തുവിലോട്ട് വരുന്നുണ്ടല്ലേ, അത് പിടിച്ച് നേരെ വെക്കണമെന്ന് പറയും. അപ്പൊ ഈ പാവം പിടിച്ചവൻ ഓടിച്ചെന്ന് ഇതെല്ലാം പിടിച്ച് നേരെ വെക്കും. അപ്പൊ അങ്ങോട്ട് ചാഞ്ഞു നിന്ന ഇങ്ങനെ നിന്ന വേലി നേരെ നൂത്ത എങ്ങോട്ടാവും? ഇവന്റെ വസ്തുവിലോട്ടങ്ങാവും അല്ലേ? അപ്പൊ 4 ഇഞ്ച് വസ്തു ആർക്കായി? ഏക്കർ കണക്കിനുള്ളവനായി.
എന്ന് പറഞ്ഞ പോലെ ഒരു പണിയുണ്ട്. ഈ വേലി പറിക്കുക എന്ന് പറയും, വേലി വളർത്തുക. വേലി വളർത്തുക. അപ്പോൾ വർഷങ്ങൾ കഴിയും തോറും ഇല്ല 4 സെൻറ്റ് 3.5 പിന്നെ 3 പിന്നെ 2 ചുരുക്കി പറഞ്ഞാൽ ഇല്ല കൊച്ചു വീട്ടുകാരന് പിന്നെ വസ്തുവില്ലാത്ത അവസ്ഥയാവും. ഇതാ പലരുടെയും അവസ്ഥ. നമുക്ക് അങ്ങനെ ആരുടെയും കയറി പറിക്കാനല്ല, നമ്മുടെ ഹൃദയത്തിന്റെ വിശാലതയെ വർദ്ധിപ്പിക്കുന്ന ഹൃദയപരിശുദ്ധമായ ജ്ഞാനത്തെ, ഹൃദയപരിശുദ്ധി നൽകുന്ന ജ്ഞാനത്തെ പരമാത്മാവാകുന്ന പരമഗുരുവൻ ഗുരുവരൻ വന്ന് ഓതി 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 തെളിയിക്കുകയാണ്. അപ്പോ സ്വയം ഇത് വലുതാവുകയാണ്, ആരുടെയും വേലി പറിക്കുകയല്ല. അങ്ങനെ വളർന്ന് അങ്ങനെ വിശാലമായി വരുമ്പോൾ ഈ അറിവ് നൽകുന്ന പരമഗുരുവിനെ അകതാരിൽ കണ്ടുകൊണ്ട് അങ്ങനെ ആരാധിക്കുവാനും ആനന്ദിക്കുവാനും ആരംഭിക്കും. അതുവരെ താൻ നൽകുന്ന അറിവിൽ കൂടിയാണ് ആരാധന. സ്വയം അറിഞ്ഞു കഴിയുമ്പോൾ ആരാധിച്ചാനന്ദിക്കാം, നമുക്കെന്നും ആരാധിച്ചാനന്ദിക്കാം, ആത്മാവിൽ വാഴുന്നുണ്ട് പരമാത്മാവ്, ആരാധിച്ചാനന്ദിക്കാം. ആത്മാവിൽ വാഴുന്നുണ്ട് പരമാത്മാവ്, ആരാധിച്ചാനന്ദിക്കാം. ആത്മാവിൽ വാഴുന്നുണ്ട് പരമാത്മാവ്, ആരാധിച്ചാനന്ദിക്കാം. നമുക്കെന്നും ആരാധിച്ചാനന്ദിക്കാം. നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഗുരുവരൻ അരുളി ചെയ്യുന്ന ശബ്ദങ്ങൾ അത് ആത്മാവിന്റെ വളർച്ചയ്ക്കുള്ളതാണ്, ആത്മാവിന്റെ ഉയർച്ചയ്ക്കുള്ളതാണ്, ഉന്നതമായ ഭാഗ്യത്തിൽ എത്തിക്കുവാനാണ്, നിത്യാനന്ദത്തിൽ ചേർക്കുവാനാണ്, പരമാനന്ദത്തിൽ വസിക്കുവാനാണ്, പരലോക സുഖം അനുഭവിക്കുവാനാണ്. പരമാത്മാവാകുന്ന പരമഗുരു പറയനായി വന്ന് പരിശുദ്ധജ്ഞാനം പരന്മാരിൽ ഓതിഭവിപ്പിക്കുമ്പോൾ നിഷ്കളങ്ക ഭക്തിയോടുകൂടി അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രഥമ പ്രധാനമായ കർമ്മം. അവിടെ ലജ്ജയോ ഭയമോ വരാൻ പാടില്ല, ആശങ്കകൾ ഒന്നും വേണ്ട, ഉത്കണ്ഠകൾ ഒന്നും വേണ്ട. ഉന്നതനായ ഗുരുവിന്റെ നാമം ഉൾക്കാമ്പിൽ ഉദിച്ചു പ്രകാശിക്കട്ടെ, അന്ധകാരങ്ങൾ ഒഴിയട്ടെ, ഉന്നതനാകുന്ന ഗുരുവിന്റെ അധിവാസം ആത്മാവിൽ അനുഭവമാകട്ടെ. അങ്ങനെ അനുഭവ സുഖങ്ങളിൽ കൂടി, അനുഭവ ഗുണങ്ങളിൽ കൂടി, അനുഭവ ഗുണനിധിയാകുന്ന ദൈവത്തിന്റെ വാഴ്ച ആത്മാവിൽ കാണുവാൻ ഈ ലോകത്തിൽ വെച്ച് നിങ്ങൾക്ക് അവസരമൊരുക്കുവാനാണ് ആത്മബോധോദയ സംഘം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ മറന്നു പോകരുത്. നന്മ മാത്രം ചിന്തിക്കുക, നന്മ മാത്രം പ്രവർത്തിക്കുക, തിന്മയെ പാടെ വെറുക്കുക, തിന്മയെ പാടെ ഉപേക്ഷിക്കുക. ഉന്നതനാകുന്ന ദൈവം നിങ്ങളുടെ അകതാരിൽ തുള്ളിക്കളിച്ച് വാഴുമാറാകട്ടെ. പ്രകാരം ആത്മലോകത്തെ ഉന്നത ലോകത്തിന് അവകാശികളാക്കി തീർക്കുവാൻ, ഭയമില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ ദൈവം നേരിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണ് ഈ കാണുന്നതൊക്കെയും. അതിൽ ആരും ഭയപ്പെടാനോ ഭയപ്പെടുത്താനോ ശ്രമിക്കരുത്. കാരണം ആരും ഭയപ്പെടുത്തിയാൽ ഭയപ്പെടുന്ന ആളല്ല ശുഭാനന്ദ ഗുരു. ആരെയും ഭയപ്പെടുത്തുവാൻ വേണ്ടി വന്നതുമല്ല, ഭയമില്ലാത്ത സന്താനങ്ങളെ വാർത്തെടുക്കുവാൻ വന്നതാണ്. ആരും ഒരു ആശ്രയം ഇല്ലാതെ അലഞ്ഞൊരു കാലം, ആരും ഒരു അഭയം നൽകിയ എൻ്റെ അഖിലേശ്വര,
ഗൃഹം അത് ദൈവത്താൽ സ്ഥാപിക്കുന്ന ഉന്നതമായ വ്യവസ്ഥയാണ്. അത് ദൈവത്താൽ സ്ഥാപിക്കുന്ന അത് ഓരോ ആത്മാവിലും സ്ഥാപിക്കുവാൻ ഓരോ ആത്മാവിലും സ്ഥാപിക്കും. ദൈവം തന്നെ മാറ്റമില്ലാതെ ലോകത്തിൽ വാഴുന്നു. ദൈവം തന്നെ മാറ്റമില്ലാതെ ലോകത്തിൽ വാഴുന്നു. സർവശക്തി ഈ ലോകത്തിന്റെ സമ്പൂർണ്ണ രക്ഷയ്ക്കായി സ്ഥാപിച്ച ഈ ദിവ്യമായ ആദർശത്തിൽ ഈ ലോകത്തിന്റെ രക്ഷയ്ക്കായി സ്ഥാപിച്ച ദിവ്യമായ ഈ ആദർശത്തിൽ ഉന്നതമായ ഒരു വ്യവസ്ഥ താൻ തന്നെ തിരിച്ചു വന്ന് ഉദയമായി നിന്നുകൊണ്ട് ലോകത്തിൽ പ്രഖ്യാപിച്ച് നടപ്പാക്കി. ഭഗവാൻ തന്നെ തിരിച്ചു വന്ന് ഉദയമായി നിന്നുകൊണ്ട് ലോകത്തിൽ പാസാക്കി നടപ്പാക്കി. അതാണ് മഹാതാരാസ്തുതി. നാളെ ഒരു ദിനം കൂടി കഴിഞ്ഞാൽ താരാസ്തുതി ആരംഭിക്കുകയാണ്. ഒരു ദിനം കൂടി കഴിഞ്ഞാൽ താരാസ്തുതി ആരംഭിക്കുക. ഉന്നതമായ ഒരുക്കങ്ങളോടെയാണ് ഇപ്രാവശ്യത്തെ വ്രതമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നതമായ ഒരുക്കങ്ങളോടെയാണ് ഇപ്രാവശ്യത്തെ വ്രതമനുഷ്ഠിച്ചു. നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി കാഴ്ചകൾ അർപ്പിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി ശുഭാനന്ദ ജ്ഞാനാമൃതം എന്ന ഗ്രന്ഥം അതിന്റെ പാരായണവും വിശദീകരണവും നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത് വളരെ വലിയ ഒരു മാറ്റം ഈ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓരോ ഹൃദയങ്ങളിലും അനുഭവമാകുന്നുണ്ട്. ജിജ്ഞാസുക്കളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം കേൾക്കുന്തോറും അന്തരംഗത്തിലേക്ക് അവർണ്ണനീയമായ ഒരു അനുഭൂതി വിശേഷം ഓരോരുത്തരിലും ഉണ്ടാവുകയാണ്. ആ അനുഭവം ഉണ്ടാകുമ്പോൾ പലരോട് അത് വർണ്ണിക്കുകയാണ്. അങ്ങനെ കേൾക്കുന്നവർക്കെല്ലാം വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നു. കേട്ടവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ അവർക്കും കേൾക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ അതിന്റെ ജിജ്ഞാസ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജിജ്ഞാസ വർദ്ധിച്ച ആത്മനാഥനെ ഓരോ ആത്മാവിലും കരസ്ഥമാക്കുവാൻ സർവശക്തി അനുവാദവും അനുഗ്രഹവും കൊടുത്ത ഒരു വ്രതകാലയളവായിരുന്നു ഇത്. അതിന്റെ പരിപൂർണതയിലേക്കാണ് നമ്മൾ താരാസ്തുതി നടത്താൻ പോകുന്നത്. അതിന്റെ എല്ലാ മഹത്വവും ആ താരാസ്തുതിയിൽ അനുഭവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വ്രതശുദ്ധിയോടുകൂടി വന്നു ചേരുന്ന ഓരോ ഹൃദയങ്ങളെയും മഹാശക്തി ദർശിച്ച് അനുഗ്രഹിച്ച് ആനന്ദിപ്പിക്കുമാറാകട്ടെ. എഴുന്നള്ളി നിലകൊള്ളുന്ന ദൂതന്മാരെയും ദേവീ ദേവന്മാരെയും ഓ സർവപൂർവ സൂര്യകളെയും എല്ലാം നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഉന്നതനാകുന്ന ദൈവം ഈ ലോകത്തിൽ അവതാരമായി വന്ന് ഈ കർമ്മക്ഷേത്രത്തെ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയം മുതൽ ഇതിന്റെ ചുറ്റുപാടുമായും ഇതിന്റെ വിവിധ മേഖലകളിലായും നിസാരമായ ജഡവസ്തുക്കളിൽ പോലും തന്റെ ദൂതന്മാരെയും അതുപോലെ പുണ്യാത്മാക്കളെയും ഒക്കെ നിറച്ചു നിലനിർത്തിക്കൊണ്ടാണ് ഈ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പൊരിക്കൽ ഒരു പട്ടാളക്കാരൻ ഇവിടെ സ്തുതിക്കായിട്ട് വന്നു. ഇപ്പൊ വന്നപ്പോ അദ്ദേഹത്തിന് 2 ദിവസം സ്തുതിയിലിരുന്നപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ബാധ ഇളകി. വളരെ ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയായി. കാരണം അജാനുബാഹുവായ ഒരു മനുഷ്യൻ ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കിയാൽ അതിനെ പിടിക്കാൻ തക്ക വിധമുള്ള ആളുകൾ പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത്ര ആരോഗ്യമുള്ള ആളായിരുന്നു. എങ്കിലും ഭഗവാന്റെ നിയോഗപ്രകാരം പല ആളുകൾ പോയി പിടിക്കുമ്പോൾ അവിടെ നിൽക്കും. അങ്ങനെ പിടിച്ചു, ഇവിടെ കൊണ്ടുവന്നു, സോപാനത്തിൽ കയറ്റി കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെ മദ്യപിച്ച് വന്ന് തൊഴിച്ചു കൊന്നതാണ്. ആ ആത്മാവ് ഇദ്ദേഹത്തിന്റെ കൂടെ വന്നിരിക്കുകയാണ്. അപ്പൊ അതൊരു സാധുവായിരുന്നു. ഈ ആൾ ഇവിടെ വന്ന് ബന്ധപ്പെട്ടപ്പോൾ മോക്ഷം ആഗ്രഹിച്ചു വന്നതാണ്. പക്ഷെ ഇദ്ദേഹത്തിന് അത് ഉപദ്രവമായി തീർന്നില്ല. കാരണം ജീവിച്ചിരിക്കുന്നവരോടുകൂടി മരിച്ചവർ കടന്നുകൂടുമ്പോൾ പല വിധത്തിലുള്ള രോഗങ്ങളും ദുഃഖങ്ങളുമാണ് ഉണ്ടാവുക. അപ്പൊ എന്താ പേരെന്ന് ചോദിച്ചു. മുത്തുലക്ഷ്മി. എന്താ വേണ്ടത്? എനിക്ക് ഈ ആളിനെ കൊണ്ടേ ഞാൻ പോവുള്ളൂ. അങ്ങനെ തരാൻ പറ്റില്ല. ഈ ആളിവിടെ ശിക്ഷപ്പെട്ടു പോയി. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരുന്നോളൂ, മോക്ഷം തരാമെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഒരു വിസമ്മതമൊക്കെ പറഞ്ഞു. ആരാ പറയുന്നതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പൊ അറിയാവേ എന്ന് പറഞ്ഞു. എന്നാ അപ്പൊ പറഞ്ഞു, ഗുരുപ്രസാദേ, ആ ശംഖിഞ്ഞോട്ട് നീക്കിവേ,
അതിലോട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു. ആ ശങ്കിനോട് നീക്കുകയും അതിലേക്ക് കയറിക്കൊള്ളാൻ. അന്ന് ഇവിടെ ശംഖ് വിളിക്കുന്ന പതിവില്ലായിരുന്നു. ഇവിടെ ശംഖ് വിളിക്കുന്ന പതിവില്ലായിരുന്നു. ഇവിടെ ശംഖുണ്ടെന്ന് സാധാരണക്കാർക്ക് ആർക്കും ഓർമ്മയില്ല. ശംഖുണ്ടെന്ന് സാധാരണക്കാർക്ക് ആർക്കും ഓർമ്മയില്ല. അല്ല, അന്ന് പള്ളി ഉണർത്തൽ എന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നില്ല ആദ്യകാലത്ത്. പള്ളി ഉണർത്തൽ എന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ വഴി പോയ ഏതോ ഒരു സന്യാസി ഇതുവഴി പോയ ഏതോ ഒരു സന്യാസി ഗുരുപ്രസാദ സ്വാമിയെ കണ്ടപ്പോ ഒരു സമ്മാനമായിട്ട് കൊടുത്തതാണ്. ഗുരുപ്രസാദിനെ കണ്ടപ്പോൾ സമ്മാനമായിട്ട് കൊടുത്തതാണ്. അത് വാങ്ങിച്ച് ഈ ഫോട്ടോയുടെ അടിയിലോട്ട് ഇങ്ങനെ നീക്കി വെച്ച് ഉപയോഗമില്ലല്ലോ, അപ്പൊ അതിന് അടിയിലോട്ട് നീക്കി വെച്ചിരുന്നതാണ്. അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങോട്ട് നീക്കുക, അതിലോട്ട് കയറിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഈ ശംഖിനുള്ളിലും ഓരോരുത്തരെയായി സ്വീകരിച്ച് ഓരോന്നിലായും നിലനിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ജഡവസ്തുക്കൾക്ക് പോലും അതിൻ്റെതായ മഹാത്മ്യമുണ്ട്. ഇങ്ങനെ പുണ്യമായി വന്നവരെയും ഇനി വരുവാനുള്ളവരെയും ദൂതന്മാരെയും ദേവന്മാരെയും ദേവിമാരെയും കടന്നു നിൽക്കുന്നവരെയും എല്ലാം ഒന്നായി ചേർത്ത് നിർത്തിക്കൊണ്ട് സർവദോഷ ശാന്തിക്കായി സർവശക്തി നടത്തുന്ന സമ്പൂർണമാം യജ്ഞമല്ലോ താരാസ്തുതി. സർവദോഷ ശാന്തിക്കായി സർവശക്തി നടത്തുന്ന സമ്പൂർണമാം യജ്ഞമല്ലോ താരാസ്തുതി. പരമാത്മാവാകുന്ന ജഗദീശ്വരൻ പ്രത്യക്ഷമായി നിന്ന് പരമാത്മ തത്വത്തെ ജീവാത്മാവിൽ അനുഭവമാക്കുന്ന ഉന്നതമായ യജ്ഞമാണ് താരാസ്തുതി. യജ്ഞമാണ് താരാസ്തുതി. ഉന്നതനാകുന്ന ദൈവം നടത്തുന്ന യജ്ഞം ഹോമാഗ്നിയിലേക്ക് ഹവിസർപ്പിക്കുന്നത് പോലെ ഓരോരുത്തരിലുള്ള ജന്മാന്തര ദോഷങ്ങളെ പോലും അർപ്പിച്ച് ഈ വൈഷ്ണവാഗ്നിയിൽ അർപ്പിച്ച് സർവദോഷങ്ങളെയും സംഹരിച്ച് പാപവിമുക്തരായി പരിശുദ്ധരായി പാലാഴി അകതാരിൽ കണ്ട് ആനന്ദമേ പരമാനന്ദമേ താരാസ്തുതികളാൽ ആനന്ദമേ. ആനന്ദം പരമാനന്ദം ആത്മാവിൽ അനുഭവമാക്കിക്കൊണ്ടാണ് താരാസ്തു നടത്തുന്നത്. എത്രയോ ജന്മങ്ങളെ വീണ്ടെടുത്തു, എത്രയോ ഭൂതപ്രേത പിശാചുക്കളെ ശുദ്ധീകരിച്ചു, എത്രയോ ദൂതന്മാരെ അനുഗ്രഹിച്ചു, എത്രയോ ദേവീദേവന്മാരെ ആനന്ദിപ്പിച്ചു, എത്രയോ ഭക്തസന്താനങ്ങളിലേക്ക് സർവജ്ഞാനം അനുവദിച്ചു. അങ്ങനെയുള്ള ആ മഹായജ്ഞം സർവശക്തിയും ദേവീദേവന്മാരും ദൂതപരമ്പരകളും ഭക്തലോകവും ഒത്തുചേർന്ന് ലോകത്തിൽ കാണാത്ത നിത്യാനന്ദം ഈ താരസ്തുതികൾ അനുഭവമായി ലോകത്തിൽ കാണാത്ത നിത്യാനന്ദം ഈ താരസ്തുതികൾ അനുഭവമായി. പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പരമാനന്ദം അനുഭവമാകുവാൻ ജഗദീശ്വരൻ അനുവദിച്ച് അനുഗ്രഹിക്കട്ടെ. ഇനി നടക്കാനിരിക്കുന്ന ജന്മനക്ഷത്ര മഹോത്സവങ്ങൾ മാർച്ച് 5, 6, 7 തീയതികളിൽ കാർത്തിക മകീരം മഹോത്സവം നമ്മൾ ജന്മനക്ഷത്ര സ്തുതിയായി നടത്തുകയാണ്. എല്ലാ സന്താനങ്ങളും നന്ദിയും ഭക്തിയുമുള്ളവർ ഓടിയെത്തിയ സ്തുതിയിൽ പങ്കെടുക്കുന്ന സാധാരണ പതിവാണ്. അപ്രകാരം ഈ പ്രാവശ്യത്തെയും ജന്മനക്ഷത്ര സ്തുതി മഹോത്സവം ആനന്ദോത്സവം മനോത്സവമായി നടത്തപ്പെടട്ടെ.
ജന്മനക്ഷത്ര സ്തുതി മഹോത്സവം ആനന്ദോത്സവമായി നടത്തപ്പെടട്ടെ. മനോത്സവമായി നടത്തപ്പെടട്ടെ. ജന്മിയാകുന്ന ജഗദീശ്വരൻ 12 സംവത്സരം കാലം ഉന്നതനായി മഹാശാന്തനായി വാണിരുന്ന് ആത്മലോകത്തെ രക്ഷിച്ച തിരുമേനിയുടെ പൂരാടൻ ജന്മനക്ഷത്രം മാർച്ച് മാസം 23-ാം തീയതി ഞായറാഴ്ച നടക്കുകയാണ്. അത് ഏറ്റവും ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിനിടയിൽ ബോംബെ പവായി ആശ്രമത്തിന്റെയും ഗൂഡല്ലൂർ ആശ്രമത്തിന്റെയും പാമ്പാടി ആശ്രമത്തിന്റെയും അതുപോലെ പല സ്ഥലങ്ങളിലെയും വാർഷികങ്ങൾ നടക്കാനുണ്ട്. അത് ഉന്നതമായ നിലയിൽ ജഗദീശ്വരൻ നടത്തട്ടെ. എല്ലാം സർവശക്തിയുടെ കാരുണ്യത്തിലും കാർമ്മികത്വത്തിലും നടത്തപ്പെടട്ടെ. അവിടെ എല്ലാം പോയി ആ കാരുണ്യം നുകർന്നനുഭവിക്കുവാൻ എന്റെ സന്താനങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിൽ കൂടി ഈശ്വരൻ ദാനം ചെയ്യട്ടെ. ഈ സന്നിധിയിൽ നടക്കുന്ന സർവകർമ്മങ്ങളിലും പങ്കെടുക്കുവാൻ വേണ്ടി ആർത്തിയോടെ കരുതുന്നവർക്കെല്ലാം വേണ്ടത് ജഗദീശ്വരൻ ദാനം ചെയ്യട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ ഈ മഹാസന്നിധാനത്തിൽ എപ്പോഴും ആശ്രയിച്ചും പിൻപറ്റിയും ജീവിക്കുന്ന എന്റെ പൊന്നോമന സന്താനങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ഈ പ്രകൃതിയിൽ കരുതിയിട്ടുണ്ട്. യാതൊരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാകാത്ത വിധം, യാതൊരു മനപ്രയാസത്തിനും ഇടയാകാത്ത വിധം എപ്പോഴും സന്തോഷവും അതിലുപരി ആനന്ദവും അനുഭവമാകുവാൻ തക്കവിധം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. സത്യധർമാദികളിൽ കൂടി നിങ്ങൾ ജീവിതം നയിച്ചാൽ മതി, എല്ലാം നിങ്ങളിൽ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ ആദർശ വിളംബര മഹാഗോപുരം ഉന്നതമായത് പൂർത്തീകരിക്കപ്പെടുവാൻ ആർത്തിയോടെ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ ഈശ്വരൻ സ്വീകരിക്കട്ടെ. ഉന്നതമായത് പൂർത്തീകരിക്കപ്പെടട്ടെ. സർവശക്തിയുടെ കാരുണ്യത്തിൽ ഉന്നതമായ കർമ്മങ്ങൾക്കായി ഉന്നതമായ ജന്മത്തെ മഹാതപസ്വിനിയെ സർവശക്തി തന്നെ ഇവിടെ എത്തിച്ച് നിലനിർത്തിക്കൊണ്ട് ഉന്നതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യ സൗഖ്യത്തോട് എന്നും കരുതണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെയും എല്ലാം എപ്പോഴും കരുതണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇതേ ദിവസം സത്യം കേട്ട ഓമന സന്താനങ്ങളെ ഈ ആദർശത്തിൽ കൂടി ജീവിച്ച് ആനന്ദം അനുഭവിക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആരാധനയിൽ പങ്കെടുക്കാതെ വിവിധ ഭാഗങ്ങളിലായിരുന്ന് ആശ്രയിക്കുന്നവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ആശ്രയിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും അർപ്പിച്ച നേർച്ച കാഴ്ചകളെ ഇതാ സ്വീകരിക്കുന്നു. ഏവരെയും അനുഗ്രഹിക്കുന്നു. ആപത്തൊഴിഞ്ഞ ആനന്ദം ഉണ്ടാകട്ടെ. സർവദാനന്ദം ഉണ്ടാകട്ടെ. സർവദാനന്ദം ഉണ്ടാകട്ടെ. ആനന്ദരൂപൻ നിങ്ങളോടുകൂടി വാഴട്ടെ. സർവശക്തി പ്രത്യക്ഷമായി വാഴട്ടെ. സർവകർമ്മങ്ങളും നടത്തുവാൻ വാഴട്ടെ. സർവകർമ്മങ്ങളിലും ആനന്ദിക്കുവാൻ വാഴട്ടെ. സർവാത്മാക്കളിലും ആനന്ദിക്കുവാൻ വാഴട്ടെ. ആദർശം വളർത്തുവാൻ വാഴട്ടെ. ലോകവ്യാപകമാക്കുവാൻ വാഴട്ടെ. ലോകശാന്തിക്കായി വാഴട്ടെ. യുദ്ധങ്ങൾ ഒഴിവാകട്ടെ. അശാന്തികൾ ഒഴിവാകട്ടെ. അശക്തികൾ ഒഴിവാകട്ടെ. സർവശക്തി വാഴട്ടെ. സർവശക്തി വാഴട്ടെ. സർവശക്തി വാഴട്ടെ. ആദിനാഥനായ സർവലോകനാഥൻ ആദിനാഥൻ